ഞാൻ കഴിഞ്ഞ 25-ാം തീയതി എൻ്റെ അച്ഛൻ രഘുനാഥൻ എന്ന അച്ഛൻ്റെ പേര്, എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഞാനിവിടെ ആയൊരു ഡോക്ടർ റെഫർ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ എൻ്റെ അച്ഛനെ ഞാനിവിടെ കൊണ്ടുവരികയുണ്ടായി. അച്ഛനൊരു ചെറിയ ശ്വാസം മുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ശ്വാസം മുട്ട് കൊണ്ടുവന്നു ഇവിടെ CRP ലെവൽ അന്ന് 170 ആണെന്നാണ് ബ്ലഡ് റിപ്പോർട്ടിൽ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങി. അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വൈഫിൻ്റെ ഡെലിവറി ഇവിടെ ഉണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ മോൻ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇവിടുത്തെ ഒരു ഡോക്ടർ പേര് ഇപ്പോൾ തൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കഴിഞ്ഞ് ഞാൻ അത് ഷെയർ ചെയ്യാം. അങ്ങനെ ഞാനിവിടെ കൊണ്ടുവന്ന് അച്ഛനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. CRP ലെവൽ കൂടുന്നു എന്ന് പറഞ്ഞു. ആൻറ്റിബയോട്ടിക് കൊടുത്തു. ആൻറ്റിബയോട്ടിക് കൊടുത്ത് 2-3 പ്രാവശ്യം ഓരോ മെഡിസിനും മാറി മാറി കൊടുത്തു. CRP ലെവൽ കൂടുന്നു, കുറയുന്നു. അങ്ങനെ അവസാനം ഒരു 25-ാം തീയതി കൊണ്ടുവന്നു. ഒരു 6-ാം തീയതി ആയപ്പോൾ 8-ാം തീയതി ആയപ്പോൾ ഡോക്ടർ എന്നോട് പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും അച്ഛനെ റെഫർ ചെയ്ത് മാറ്റാം, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അച്ഛന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു മെഡിസിനോടെ ഒരു പരീക്ഷിക്കാം, ആ മെഡിസിനോടെ പരീക്ഷിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് അദ്ദേഹം എന്നോട് ഒരു 6-ാം തീയതി എന്നോടൊന്ന് പറയുന്നു, അച്ഛനെ ഒരു കാര്യം ചെയ്യൂ, നമുക്ക് ICUവിനടുത്തുള്ള ഒരു റൂമിലേക്ക് മാറ്റാം, ഒരു മെഡിസിനും അച്ഛൻ്റെ ബോഡിയിൽ എല്ലാ മെഡിസിനും റിജക്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഒന്നുകിൽ വേറെ ഏതെങ്കിലും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, അതല്ലാതെ അച്ഛനെ തിരിച്ച് കിട്ടില്ലെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ആംബുലൻസും എടുത്ത് കൃത്യമായിട്ട് 6-ാം തീയതി ഞാൻ രാവിലെ ഇവിടെ ആംബുലൻസ് കൊണ്ടുവന്നിരുന്നു. അന്ന് അവർ ബില്ല് അടയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കുറേ സമയത്ത് ഡിലേ ആക്കി. അവസാനം ഞാൻ ഇവരോട് വളരെ നന്നായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, വളരെ മോശമായി സംസാരിച്ചെന്ന് പറയും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കിംസിലേക്ക് കൊണ്ടുപോകുന്നത്. കിംസിലേക്ക് കൊണ്ടുപോയി 1-2 ദിവസം കഴിഞ്ഞപ്പോൾ, പക്ഷേ 8-ാം തീയതി ഈവനിങ് ആയപ്പോൾ അച്ഛൻ മരണപ്പെട്ടു. അതിൻ്റെ ഒരേ ഒരു റീസൺ, ഇവിടുത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആ മെഡിസിൻ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ കൺസേൺ വ്യക്തിയെ അറിയിക്കണം. 10 ആൻറ്റിബയോട്ടിക്കാണ് അച്ഛൻ്റെ ബോഡിയിൽ അവർ ഇത് മെഡിസിൻ കൊടുത്തുകൊണ്ടിരുന്നത്. 10 ആൻറ്റിബയോട്ടിക്കും അച്ഛൻ്റെ ബോഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ 10 ആൻറ്റിബയോട്ടിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ മെഡിസിൻ എടുക്കാത്തൊരവസ്ഥയുണ്ടായി. യഥാർത്ഥത്തിൽ അച്ഛനെ സംബന്ധിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ ആ CRP ലെവലിൻ്റെ മാത്രം പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൊണ്ടുവന്നതാണ്. അവസാനം എനിക്ക് ഡെഡ് ബോഡി ആയിട്ടാണ് ഇവിടെ തന്നത്. സത്യത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണപ്പെട്ട ആളുകളെ സംബന്ധിച്ച്, അത് എമൗണ്ട് ആയാലും മറ്റുള്ള കാര്യങ്ങളും സാധാരണപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഏറ്റവും മോശമായ രീതിയിലാണ് ഇവിടുത്തെ ബിഹേവിയറിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. കാരണം എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അച്ഛനാണ്. പലർക്കും ഇവരെ സംബന്ധിച്ച് 1000 രോഗികളിൽ ഒരു രോഗി മാത്രമായിരിക്കും അവർ ഈ ട്രീറ്റ്മെൻറ്റ് പിഴവ് കൊണ്ട് പോകേണ്ടി വന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെ ജനിപ്പിച്ച ഞങ്ങളുടെ അച്ഛനെയാണ് നഷ്ടപ്പെട്ടത്. അതിന് ഏതറ്റം വരെ പോകണമെങ്കിലും അത് പോകാൻ തീരുമാനിച്ച് തന്നെയാണ് അത് ഇറങ്ങിയിരിക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ നടന്നു വന്നൊരു മനുഷ്യനെ ഡെഡ് ബോഡിയായിട്ട് പറഞ്ഞു വിടുന്ന ഒരു ശൈലി ഇവിടെ പലരും അന്വേഷിച്ചപ്പോൾ, ഇവിടെ ഒരുപാട് ആളുകളോട് അന്വേഷിച്ചപ്പോഴും ഇത് തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടത്. അത്ര ചികിത്സാ പിഴവാണ് ഈ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എനിക്കുള്ളത്. എൻ്റെ പേഴ്സണൽ അനുഭവമാണ് ഞാനിത് പറഞ്ഞത്. എന്തായാലും ഇത് ഏതറ്റം വരെയും പോകാൻ തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം നീതി കിട്ടണം. പല ആളുകളെ സംബന്ധിച്ചും ഒരു മനുഷ്യനെ കൊണ്ടുവരിക എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവനോടെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. പക്ഷേ ആ ആളിനെ തിരിച്ച് ഡെഡ് ബോഡിയായിട്ട് പറഞ്ഞു വിടുന്ന ഇവിടുത്തെ രീതിക്കെതിരെ ഒരു വ്യക്തി എന്ന രീതിയിൽ പ്രതികരിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അത് പല ആൾക്കും നീതി കിട്ടണം. എൻ്റെ അച്ഛന് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ ഇത്രയും ആളുകൾ ചേർന്ന് പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഡോക്ടേഴ്സും ഇവിടുത്തെ സ്റ്റാഫുകളും വളരെ മോശമായിട്ടാണ് എൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുപോയ സമയത്ത് എന്നോട് പ്രതികരിച്ചത്. അതെന്തായാലും അടുത്ത ഭാഗത്തേക്ക് ഡോക്യുമെൻറ്റ്സ് അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഇറങ്ങുന്നുണ്ടാവും. ആക്ച്വലി നാട്ടിലില്ലായിരുന്നു, ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ നിരന്തരം എൻ്റെ അനിയനുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഈ 6-ാം തീയതി ഇവൻ എന്നെ വിളിച്ചിട്ട് പൊട്ടിക്കരയാണ്. എനിക്കും സങ്കടം സഹിക്കാൻ പറ്റിയില്ല. പൊട്ടിക്കരയാണ്, നമ്മുടെ അച്ഛനെ ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വേറെ ഒരിടത്തോട്ട് കൊണ്ടുപോകാൻ പറയുകയാണ്. ഞാൻ അന്നേരം ഇവനോട് പറയുന്നുണ്ട്, നമുക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ കൊണ്ടുപോകാം, കാരണം ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. പക്ഷേ ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല. ഞങ്ങൾ ഇവിടുന്ന് ബെറ്റർ ട്രീറ്റ്മെൻറ്റായി കിംസ് എന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഞങ്ങളുടെ അച്ഛൻ മരണപ്പെടുകയാണ് ചെയ്തത്. അതിനു മുമ്പെല്ലാം, അതായത് ഒരു ഫ്രൈഡേയിൽ ഞാൻ അച്ഛനെ വിളിക്കുമ്പോൾ, വീഡിയോ കോൾ ചെയ്യുമ്പം എൻ്റെ അച്ഛൻ വളരെ നല്ല രീതിയിൽ ഇരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്ത എൻ്റെ അച്ഛനെ പിറ്റേന്ന് രാവിലെ ഇവൻ വീണ്ടും വിളിച്ച് പറയുകയാണ്, എൻ്റെ അനിയൻ വീണ്ടും വിളിച്ച് പറയുകയാണ്, അച്ഛന് വീണ്ടും ഇത് കൂടി ICUലേക്ക് മാറ്റാൻ പോവുകയാണ്,
ആൻറ്റിബയോട്ടിക് വേറെ കൊടുക്കുകയാണ്, അവർ ട്രീറ്റ്മെൻറ്റ് അതായത് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ 6-ാം തീയതി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എൻ്റെ അച്ഛനെ ഇവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്കറിയാം, ഒരു ആൻറ്റിബയോട്ടിക് ഒരു ബോഡിയിൽ നോർമലി എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നത് ഒരു വർഷത്തിൽ മാക്സിമം ഒരു 3 കോഴ്സൊക്കെ ചെയ്യത്തോളം എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അതിൽ കൂടുതൽ ചിലപ്പോൾ അറിയത്തില്ല. എങ്കിലും ഇത്രയും ആൻറ്റിബയോട്ടിക്, അതൊരു 10ഓളം ആൻറ്റിബയോട്ടിക് ഈ ബോഡി റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ എല്ലാം കാത്തുകെട്ടി ഇവിടെ കിടക്കുകയാണ് ഞങ്ങൾ മക്കളെല്ലാം. അപ്പം നമ്മളെ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർമിഷൻ മേടിക്കുക എന്നൊക്കെ ഒരു ഇതുണ്ട്. ഇതൊന്നും ഇവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ നമ്മൾ ഒരാൾ മാത്രമല്ല, ഇതേ സെയിം അനുഭവമുള്ള ഒരുപാട് പേര് ഇപ്പം നമ്മൾ ഇവിടെ കാണാനുണ്ടായി. എല്ലാവരുടെയും പരാതി ഇത് തന്നെയാണ്. ഇവർ ആരോടും ഒന്നും പറയാതാണ് ഈ പരീക്ഷണങ്ങൾ ഇവിടെ നടത്തുന്നത്. അതായത് നടന്നു വരുന്ന ഒരു മനുഷ്യൻ അവസാനം ഡെഡ് ബോഡി ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മാത്രമല്ല, ഇനി വരുന്ന ഒരാൾക്കും ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടാവരുത്. കാരണം നമ്മുടെ നഷ്ടം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത്രത്തോളം സ്നേഹപരമായി ഞങ്ങൾ ജീവിച്ച ഞങ്ങളുടെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതുപോലെ ഒരു ഫ്രണ്ടാണോ എന്ന് വെച്ചാൽ ഫ്രണ്ടിനേക്കാൾ ഉപരി ഞങ്ങളുടെ പിതാവ് അത്ര ഇതായിട്ടാണ് ഞങ്ങളോട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഉള്ള വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇനി ഒരാൾക്കും ഇതുപോലുള്ളൊരു ഗതി മേലിലുണ്ടാകരുത്. അതുമാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള പ്രധാന കാരണം.